ശബരിമല സ്വർണക്കൊള്ള കേസിൽ സംശയിക്കപ്പെടുന്ന ഡി മണി എന്ന ഡിണ്ടിഗൽ ബാലമുരുകൻ അഥവാ ഡി സുബ്രമണി എന്ന വ്യക്തിയെ SIT കണ്ടെത്തുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ ഇയാളിൽ നിന്ന് കിട്ടിയതായിട്ടാണ് സൂചന. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ഈ ഡി മണി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഡിണ്ടിഗൽ ബാലമുരുകൻ അഥവാ ഡി സുബ്രമണി എന്ന ഈ വ്യക്തി തനിക്ക് ഇതുമായിട്ട് ഒരു ബന്ധമില്ല, തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല, താൻ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു ഇടപാടും നടത്തിയിട്ടില്ല എന്നൊക്കെയാണ് SITക്ക് മൊഴി നൽകിയിരിക്കുന്നത്. താൻ ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനാണ്, AIDMK എന്ന ജയലളിതയുടെ പാർട്ടിയുമായിട്ടാണ് തനിക്ക് ബന്ധം, താൻ ഈ നാട്ടിൽ ചില്ലറ ചെറിയ കച്ചവടങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളാണ് എന്നാണ് SITക്ക് നേരിട്ട് SITയോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇയാളുടെ പശ്ചാത്തലം വളരെ ദുരൂഹമാണ്. ഇയാൾക്ക് മനുഷ്യക്കടത്തടക്കമുള്ള നിരവധി കേസുകളിൽ ഇയാൾ പ്രതിയാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഒരു വശത്ത് അത്തരം കേസുകളുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ട് എന്ന സൂചനയാണ് SITക്ക് ലഭിച്ചിരിക്കുന്നത്. SIT വളരെ കൃത്യമായിട്ട് ഇയാൾക്കെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കുകയാണ്. ഇപ്പോൾ ഡിണ്ടിഗൽ ബാലമുരുകൻ എന്ന ഈ ഡി മണിയെ, ഇയാള് DS മണി, ഡി സുബ്രമണിയാണ് എന്ന് ആവർത്തിക്കുമ്പോഴും ആ മണിയെ ചോദ്യം ചെയ്ത ശേഷം SIT നോട്ടീസ് നൽകിയിട്ട് മടങ്ങി എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ജനുവരി ആദ്യവാരം 4, 5, 6 ആ തീയതികളിൽ ഹാജരാകണം എന്നാണ് ഇയാളോട് SIT നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ SIT ഡിണ്ടിഗൽ ബാലമുരുകൻ എന്ന DS മണിയിലേക്ക് എത്തിയത് പന്തളത്തെ ഒരു പ്രവാസി വ്യവസായി വഴിയാണ്. നമ്മുടെ മുൻ ആഭ്യന്തരമന്ത്രിയും മുൻ പ്രതിപക്ഷ നേതാവുമായ ശ്രീ രമേശ് ചെന്നിത്തല നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പന്തളത്തെ ആ പ്രവാസി വ്യവസായിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയായിരുന്നു SIT. ആ വ്യവസായി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഡി മണി എന്ന ഡിണ്ടിഗൽ ബാലമുരുകനിലേക്ക് SIT എത്തിയത്. അതേസമയം SIT പറയുന്നു ഈ ഡി മണിയും അയാളുടെ വിരുദനഗറിലെ സഹായി ശ്രീകൃഷ്ണനും വളരെ തന്ത്രപരമായിട്ടാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത്. ഈ ശ്രീകൃഷ്ണനെയാണ് പ്രവാസി വ്യവസായിയായ പന്തളം സ്വദേശി ആദ്യം പരിചയപ്പെടുന്നത്. പുരാവസ്തുക്കൾ വാങ്ങാൻ താല്പര്യമുള്ള, പുരാവസ്തുക്കളോട് അധികമായിട്ട് പ്രേമമുള്ള ഈ വ്യക്തി പന്തളത്തെ ഈ പ്രവാസി വ്യവസായി ഈ വിരുദനഗർ സ്വദേശിയായ ശ്രീകൃഷ്ണനെ പരിചയപ്പെടുന്നു. ശ്രീകൃഷ്ണൻ പറയുന്നു തന്റെ കൂട്ടുകാരന് ഈ ബിസിനസ് ഉണ്ട്, AIDMKയുടെ ഒരു പ്രവർത്തകനാണ്, ഞാൻ പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞ് ഈ വ്യവസായിയെ അവിടെ എത്തിക്കുന്നു. അങ്ങനെയാണ് ഈ പരിചയം ആരംഭിക്കുന്നത്. എന്നാൽ കാര്യങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഇത് വലിയ വലിയ തുകയ്ക്കുള്ള കച്ചവടങ്ങളാണ് എന്ന് മനസ്സിലായപ്പോൾ, എന്തൊക്കെയോ ദുരൂഹതകൾ തിരിച്ചറിഞ്ഞപ്പോൾ ഈ പ്രവാസി വ്യവസായി ഇതിൽ നിന്ന് പിന്മാറി. എന്നാൽ ഈ വ്യക്തിയെ വളരെ രഹസ്യമായി നിരീക്ഷിക്കാൻ ഈ പന്തളം സ്വദേശിയായ പ്രവാസി വ്യവസായി ഒരുക്കങ്ങൾ നടത്തി, അതിനു വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ നടത്തി. ഈ തയ്യാറെടുപ്പുകൾ ഒരു ഘട്ടത്തിൽ തിരിച്ചറിഞ്ഞ ഡി മണി ഈ പന്തളം സ്വദേശിയായ പ്രവാസി വ്യവസായിയെ ഭീഷണിപ്പെടുത്തി. എന്നാൽ അതുകൊണ്ടൊന്നും അദ്ദേഹം പിന്മാറിയില്ല. വളരെ രഹസ്യമായി ഇവരെ പിന്തുടർന്നു. അതിന് ആളെ ശട്ടം കെട്ടി. നേരത്തെ ഇവർ ഒരു വാഹനത്തിൽ, ഒരു കാറിൽ തിരുവനന്തപുരത്ത് എത്തുകയും ഇയാളെ ഡിണ്ടിഗൽ ബാലമുരുകൻ എന്ന ഈ ഡി മണിയെ കാണാൻ തമിഴ്നാട്ടിൽ ചെന്നപ്പോൾ ഒരു പഞ്ചലോഹ വിഗ്രഹം ആ പ്രവാസി വ്യവസായിയെ കാണിച്ചു എന്നാണ് അദ്ദേഹം മൊഴി കൊടുത്തിരിക്കുന്നത്. അതിന്റെ ചിത്രങ്ങളും അദ്ദേഹം SITക്ക് കൈമാറിയതായിട്ടാണ് സൂചന. മാത്രമല്ല, പിന്നീട് തിരുവനന്തപുരത്തെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണാൻ ഇവർ എത്തി. അന്ന് ഇവരുടെ കാറിൽ അന്ന് കാണിച്ചത് കൂടാതെയുള്ള പഞ്ചലോക വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല 2000 രൂപയുടെ നോട്ടുകൾ, ഇത് 2020-ലാണ്, 2000 രൂപയുടെ നോട്ട് കെട്ടുകൾ ഉണ്ടായിരുന്നു. അന്ന് ഈ പണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയോ ഇല്ലയോ എന്ന് തനിക്ക് അറിയില്ല. പക്ഷെ 500 കോടി രൂപയുടെ ഇടപാട് നടന്നതായിട്ടാണ് താൻ മനസ്സിലാക്കുന്നത് എന്നൊക്കെയാണ് പന്തളം സ്വദേശിയായ പ്രവാസി വ്യവസായി SITക്ക് നൽകിയ വിവരം. ഇതിന്റെ ചുവട് പിടിച്ച് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോയപ്പോഴാണ് ഈ
ഡിണ്ടിഗൽ ബാലമുരുകനെ കണ്ടെത്തുന്നത്. ഇപ്പോൾ ബാലമുരുകനെ ചോദ്യം ചെയ്യപ്പോൾ വളരെ തന്ത്രപ്രധാനമായ അല്ലെങ്കിൽ വളരെ തന്ത്രപരമായ രീതിയിലാണ് അയാൾ മറുപടി പറയുന്നത്. വളരെ നിസ്സാരമായിട്ട് കൈ കഴുകി ഇതിൽ നിന്ന് ഊരാൻ വേണ്ടി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒരു പങ്കുമില്ല എന്ന് തെളിയിക്കാനുള്ള ശ്രമമാണ് ഡിണ്ടിഗൽ ബാലമുരുകൻ അഥവാ ഡി മണി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് SITക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡി മണിയെ തിരുവനന്തപുരത്ത് എത്തിച്ച് റിമാൻഡിൽ കഴിയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനാണ് ഇപ്പോൾ SITയുടെ ശ്രമം. അതിനിടെ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ KP ശങ്കരദാസും വിജയകുമാറും SITക്ക് മുന്നിൽ ഹാജരായില്ല. അവരെ ഹാജരാകാൻ SIT നിർബന്ധിക്കുന്നുമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേവസ്വം ബോർഡ് ഭരണസമിതിയിൽ 2/3 ഭൂരിപക്ഷം ഇല്ലാതെ ഒരു കാര്യങ്ങളും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്കായിട്ട് ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ അനുവാദം നൽകിയ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ചോദ്യം ചെയ്യുകയും ആവശ്യമെങ്കിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. പക്ഷേ അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ മാത്രമാണ് അറസ്റ്റിലായത്. KP ശങ്കരദാസും വിജയകുമാറും ഇപ്പോഴും പുറത്തു തന്നെ. അവർക്ക് മുൻകൂർ ജാമ്യം നേടാൻ SIT സൗകര്യങ്ങൾ ഒരുക്കുന്നതായിട്ടുള്ള ആക്ഷേപം വളരെ ശക്തമാണ്. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഇക്കാര്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് SIT ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു മെല്ലെപ്പോക്ക് നടത്തുന്നുണ്ടോ? എന്തുകൊണ്ട് ശങ്കരദാസിനെയും വിജയകുമാറിനെയും ചോദ്യം ചെയ്യുന്നില്ല, അവരെ ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ നിർബന്ധിക്കുന്നില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. അവിടെ SIT മറുപടി പറഞ്ഞേ മതിയാവുള്ളൂ. കോടതിയിൽ ഈ വിഷയം വരുമ്പോൾ ഇത് വലിയ ചോദ്യമായിട്ട് ഉയരും എന്ന് വ്യക്തമാണ്. എന്തായാലും കേസ് വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് കരുതാം. കാരണം ഡിണ്ടിഗൽ ബാലമുരുകനെ പോലെയുള്ള ആൾക്കാരെ കണ്ടെത്തുകയും ചോദ്യം ചെയ്യുകയും ഹാജരാകാൻ നോട്ടീസ് കൊടുക്കുകയും ഒക്കെ ചെയ്തത് ചെറിയ കാര്യമല്ല. നമുക്കിനി അറിയേണ്ടത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇടതു നിന്നും വലതു നിന്നും സംരക്ഷിക്കുന്ന ഉന്നതങ്ങളിലുള്ള ആൾക്കാർ ആരൊക്കെയാണ് എന്നാണ്. പലരോടും ഒപ്പമുള്ള ചിത്രങ്ങൾ പുറത്തു വന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രങ്ങൾ പുറത്തു വന്നത് AI നിർമ്മിതമാണ് എന്ന വാർത്തയും പുറത്തു വരുന്നു. അങ്ങനെയെങ്കിൽ അത് നിർമ്മിച്ച ആളിനെ, ഈ മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ചിത്രം കൃത്രിമമായി നിർമ്മിച്ച ആളെ കൃത്യമായിട്ടും കണ്ടെത്തി നിയമത്തിന്റെ മുന്നിൽ എത്തിക്കണം. കാരണം അതൊരു കേവലം വ്യക്തിക്കെതിരെയുള്ള ആരോപണമല്ല, മറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണമാണ്. ഒരു ഭരണഘടനാ പദവി വഹിക്കുന്ന ആ പദവിയുടെ നേർക്കുള്ള ആക്ഷേപമാണ് ആ ചിത്രം. അതുകൊണ്ട് ഒരു കാരണവശാലും ആ കുറ്റവാളിയെ വെറുതെ വിടാൻ പാടില്ല. തീർച്ചയായിട്ടും അത്തരക്കാരെ കണ്ടെത്തി ശിക്ഷിക്കണം. ഇത് രാഷ്ട്രീയം കളിക്കാനുള്ളതല്ല. സത്യസന്ധമായി അന്വേഷിച്ച് യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തി, അതാരായാലും എത്ര ഉന്നതനായാലും ശരി, കണ്ടെത്തി നിയമത്തിന്റെ മുന്നിൽ എത്തിച്ച് കൃത്യമായ ശിക്ഷ വാങ്ങി കൊടുക്കേണ്ടതാണ്. അതിനാണ് നമ്മുടെ രാജ്യത്തെ ഭരണ സംവിധാനമുള്ളത്. അവിടെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവർക്ക് തക്ക മറുപടി കൊടുക്കേണ്ടതുണ്ട്. അതിനുള്ള ശക്തി രാജ്യത്തെ നിയമത്തിനും നിയമവാഴ്ചയ്ക്കും ഉണ്ട് എന്ന് തെളിയിച്ചു കൊടുക്കാനുള്ള ഒരു സന്ദർഭം കൂടിയാണിത്. ഞാൻ ഏറെ ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് പിന്നാലെ വരാം. എന്തായാലും ഡിണ്ടിഗൽ ബാലമുരുകൻ എന്ന ഡി മണി അഥവാ ഡി സുബ്രമണി എന്ന ആ വ്യക്തി തിരുവനന്തപുരത്ത് എത്തുമോ ഇല്ലയോ, ചോദ്യം ചെയ്യലിന് ഈ നോട്ടീസ് പ്രകാരം ഹാജരാകുമോ ഇല്ലയോ എന്ന ഒരു കാര്യം അല്ലെങ്കിൽ ആ ചോദ്യം ആണ് ഇപ്പോൾ ഉയരുന്നത്. അതിലേക്ക് അതീവ ജാഗ്രതയോടെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങളും ഭക്തജനങ്ങളും അയ്യപ്പ ഭക്തരും ശബരിമല തീർത്ഥാടകരും ഒക്കെ അതിലേക്ക് ജാഗ്രതയോടെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്.